ഇന്ന് നമ്മളൊരു അങ്കമാലി സ്പെഷ്യൽ എന്നല്ല സാധാ മാങ്ങക്കറിയാണ്. അപ്പോൾ ആരാ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഞാനല്ല, സോനാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി വീഡിയോ നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാകും. നമ്മുടെ അടുക്കള അത്ര വൃത്തിയൊന്നും ആയിട്ടില്ല. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ നമുക്ക് വൃത്തിയാക്കാനുള്ള ടൈമില്ല, ഈ പൂണയക്കുന്ന ടൈമാണ്. അപ്പോൾ വേഗം മാങ്ങക്കറി ഉണ്ടാക്കണം. വീഡിയോ നമുക്ക് പോയി കണ്ടിട്ട് വരാം കേട്ടോ. സിമ്പിളാണ്, ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അത്രയ്ക്കൊക്കെ വേണം. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് വേണ്ടത് മാങ്ങയുടെ തൊലി വേണം. മാങ്ങയുടെ തൊലിയാണ് ഈ കളികളെ ലാസ്റ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. കഴിക്കുമ്പോൾ ഈ അരിഞ്ഞെടുക്കുക, ഈ നീളത്തിൽ തന്നെ അരിഞ്ഞോളൂ. അതാവുമ്പോൾ കരിയാം. കുക്കാണ് കേട്ടോ, ചെറിയൊരു കുക്ക്, അത്ര വലുതൊന്നല്ല. അപ്പൊ സോന അതേ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്. പുളി ഉണ്ടോ മാങ്ങ നോക്കണം, അപ്പൊ തിന്നു നോക്കണം കുറച്ച്. അത് കഴിഞ്ഞു നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ നല്ലോണം തിരുമ്മി എടുക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി, ചില നാട്ടിൽ ചൊറുക്കത അങ്ങനെയൊക്കെ പറയും, നമ്മളിവിടെ വിനാഗിരി എന്നൊക്കെ പറയും. അപ്പൊ ആവശ്യത്തിന് അതെടുത്തിട്ട് നല്ലോണം തിരുമ്മി വെക്കുക കേട്ടോ ആദ്യം. എന്നാലും ആ പുളി വേണ്ട, ആ ഒരു വിനാഗിരിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ, ആ ഉപ്പൊക്കെ പിടിച്ചങ്ങ് കിട്ടത്തുള്ളൂ. ഇരിക്കാൻ വേണ്ടി എണ്ണയൊക്കെ പറ്റി തലയിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് സമയം വേണം. പത്തുപൊടി ഇത് പോരാ, മഞ്ഞപ്പൊടി വേണം. മഞ്ഞപ്പൊടി അപ്പൊ ഇത്തിരി കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പൊടി പോരാന്ന് സോന എന്റെ മറിയാമന ഷീജാന്റെ എടുത്തിട്ട് പോയി. മറിയാമേ ഹായ് പറഞ്ഞപ്പാ, ഹായ് എന്നാ, ഹായ് ഹായ്താ തല്ല അവള് മൂടില്ല. അവക്ക് കിഴങ്ങ് ചെല്ലക്കെട്ടിയാണ് ഇത്. ഉറങ്ങി എന്റേ ചോറ് കൊടുത്തപ്പേ കറിയും കൂട്ടി മൂടി വെക്കുക. 10 മിനിറ്റ് വെക്കണം, 10 മിനിറ്റ്. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയില് വിന്താലു ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇടയില് ഇറച്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടക്ക് വിന്താലു വേണം എന്നാ പറഞ്ഞേ. വിന്താലും ഉണ്ടാക്കുന്നുണ്ട്, വിന്താലും ഒപ്പം ഉണ്ടാക്കുന്നുണ്ട് നമ്മള്. അപ്പൊ നമ്മൾ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ചമുളക് സോനിപ്പ ആഡ് ചെയ്യും. ഒരു 2 ഇത്തിരി മല്ലിപ്പൊടി ഇടാം. നന്നായി തിരുമുക. സ്പോൺസേഴ്സ് ആണ് KPL, സെന്റ് ജോസഫ് കോളേജിലെ സ്പോൺസേഴ്സ് ആണിത്. അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കോക്കനട്ട് മിൽക്കിന്റെ പൗഡർ. പക്ഷെ നമ്മൾ കടലത്തൊക്കെ വിൽക്കാൻ പഠിച്ചിരിക്കണം. വീട്ടിൽ തന്നെയല്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചതാണ്. ഇത് നമ്മളിപ്പോ തേങ്ങാപ്പാലില് ഇടാൻ സമയക്കുറവുള്ളത് കൊണ്ട് അരക്കാനും വേണ്ടിയാണ് സമയം. ഇത് 1:30 ആയി, ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ട്. എല്ലാം വേണ്ട, കുറച്ച് മതി അല്ലേ, കുറച്ച് മതി. സെക്കൻഡ് പാൽ, ഇത് 2ാം പാലിന് വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത്. മതി, ഇത്തിരി വെള്ളം കൂട്ടിയെടുത്താൽ മതി. ആദ്യമൊന്നും ഇല്ലാണ്ട് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. മൈക്കിന്റെ അഭാവത്തിൽ പല പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കും, അതൊന്നും കാര്യമാക്കരുത്. കണ്ട 2ാം പാല് ഇതിന്റെ 2ാം പാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ചട്ടിയിലേക്ക് ചാറുണ്ടാക്കാൻ നമ്മൾ തുടങ്ങുവാണ്. അത് നീ ഇത് പറഞ്ഞാൽ മതി. രണ്ടാം പാലം വയ്ക്കണേ, നമ്മ 2ാം പാലാണ്. ചൂടാണ് പറഞ്ഞ ഇത് ചെയ്യുമ്പോൾ ഉപ്പൊന്ന് ഇട്ട് നോക്കുക. അതിൻ്റെ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പൊ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ കുറച്ച് മഞ്ഞപ്പൊടി കുറവുണ്ട്, നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടപ്പത്തോട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് അടപ്പത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് വേഗണം, ഇനി മാങ്ങ വേഗണം. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം.
നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേപ്പില ഇടാൻ മറന്നുപോയി. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ സവാളയെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. സവാള ഇട്ട് കൊടുക്കാം. സവാളയും മല്ലിപ്പൊടിയും പച്ചമുളക് ഇളക്കാം നല്ലപോലെ. ഒരു മല്ലിപ്പൊടിയുടെ മണമൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. ഉപ്പും ഒക്കെ വിനാഗിരിയും. നമ്മളിപ്പോൾ രണ്ടാം പാലിന് വേണ്ടി ചെയ്യുന്നേ. വെള്ളം നമുക്ക് ഒഴിക്കാം. എപ്പോഴും ഇങ്ങനത്തെ ഇതാണ് എടുക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. ഇങ്ങനെ പൗഡറാണ് എടുക്കണമെങ്കിൽ കുറച്ച് മതി, അധികം വേണ്ട. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തോന്നുന്നു. യൂസിൽ വെള്ളം കൂടിപ്പോയോ? ഇല്ല. നമുക്ക് ഇതിലേക്ക് നമുക്കിതൊന്ന് ആഡ് ചെയ്യാം. ഇത് ഒഴിക്കുമ്പോൾ തിളക്കണേക്കാൾ മുമ്പ് നമ്മൾ ഇതെടുക്കണം. ഇതിലേക്ക് നമ്മൾ കടുക് കടുക് പൊട്ടട്ടെ. ഇതിലേക്ക് കഴുകി വെച്ച വേപ്പില ഇത് ഇങ്ങനെ മുറിച്ചിട്ടാലേ ഇതിലേക്ക് എണ്ണ കയറും. പ്രത്യേക ഒരു തീ കുറച്ചിടാം. ഇളക്കി കൊടുക്കാം. മതി, കഴിഞ്ഞു. നല്ലൊരു സൗണ്ട് വെക്കുവേ. വീണ്ടും പറയുന്നത്, ഇത് ഞങ്ങളുടെ സ്പോൺസറാണ്. വോളിബോൾ ടീമിന്റെ സെന്റ് ജോസഫിന്റെ സ്പോൺസറാണ്. KPL ഞങ്ങളെ എല്ലാ നല്ല പൊടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു നല്ലൊരു തേങ്ങാപ്പാലിന്റെ രുചി തന്നെ തരുന്നുണ്ട് നമുക്ക്. അപ്പോ എല്ലാരും ഇത് വാങ്ങി യൂസ് ചെയ്യുക. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ എണ്ണ അടക്കണം. നോക്കിയാൽ നല്ല രസമുണ്ട്. നോക്കി, നല്ല പൊടിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോക്കെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നീളത്തിൽ മാങ്ങ ഈ തൊലിയോടെ അരിഞ്ഞിട്ടാലാണ് നമുക്ക് ഇങ്ങനെ ഒരു രീതി കിട്ടുക. നമുക്ക് കഴിക്കാനായിട്ടൊരു കിട്ടുള്ളൂ അല്ലേ. അല്ലെ തൊലി ഇല്ലാണ്ട് നമ്മ മാങ്ങ ചെയ്താല് നമുക്ക് കഴിക്കാൻ കിട്ടില്ല. തൊലി ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. നമ്മൾ വാങ്ങിക്കതേ ഡെക്കറേഷനായിട്ട് വേണ്ടി നമ്മളതേ നമ്മുടെ ഇത്തിരി മാങ്ങ മാത്രം മതി, എല്ലാവർക്കും വേണേ. മാങ്ങ എടുക്കാനേ. മാങ്ങ തന്നെ ആദ്യം കഴിക്കുള്ളൂ ഞാൻ. തൊലി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയുടെ നല്ല മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. എനിക്കും കൊതിയാവണം കണ്ടിട്ട്. അതിൻ്റെ കൂടെ സോന എടുത്തേക്കണ ഇറച്ചിക്കറിയും. ഇതിന്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം. ഇതിന്റെ കളർ എത്ര ഉണ്ടെങ്കിലും അത്ര എരിവും കാര്യങ്ങളും. സോനയും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. സോന കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഐഫോണൊക്കെ എടുത്തിട്ട് വരാം. മാങ്ങക്കറിയും കുറച്ച് ഇറച്ചിക്കറിയും വെക്കും അതിങ്ങനെ വെക്കും വയല കപ്പൽ ഓടണം. എടുത്തിട്ട് ചൂടണം കേട്ടോ.